അമേരിക്കയിലെ യാഥാസ്ഥിതിക വിമർശകർക്ക് ആത്മഹത്യാ മനോഭാവമാണെന്ന് ഫ്രാൻസിസ് പാപ്പ പങ്കുവച്ചു. പാരമ്പര്യങ്ങളെയും കഴിഞ്ഞകാല സാഹചര്യങ്ങളെയും മാത്രം കണക്കിലെടുത്തുകൊണ്ട് അവയെ മുറുകെ പിടിക്കുന്നവരും അതിനപ്പുറം കാണാൻ ആഗ്രഹിക്കാത്തവരുമാണ് യാഥാസ്ഥിതികർ. ഇസ്രയേലിലെയും ഗാസയിലെയും യുക്രൈനിലെയും യുദ്ധങ്ങളെക്കുറിച്ചും യുഎസിന്റെ തെക്കൻ അതിർത്തിയിലും ലോകമെമ്പാടും ഇന്നും തുടരുന്ന കുടിയേറ്റ പ്രതിസന്ധികളെക്കുറിച്ചും മാർപ്പാപ്പ പങ്കുവച്ചു. മെയ് 19 സംപ്രേഷണം ചെയ്യുന്ന 60 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള അഭിമുഖത്തിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബെല്ല ഗാസയിലെ ഹോളി ഫാമിലി ഇടവക സന്ദർശിച്ചു. ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ആദ്യമായിട്ടാണ് കർദിനാൾ മെയ് 15 സന്ദർശനം നടത്തുന്നത്. സോവറിൻ ഓർഡർ ഓഫ് മാൾട്ടയുടെ ഗ്രാൻഡ് ഹോസ്പിറ്റലർ ഫ്രാ അലൻസ്റ്റാൻഡ്രോ ഡി ഫ്രാൻസിസ്, ഹോളി ഫാമിലി ചർച്ചിലെ ഇടവക വികാരി ഫാദർ ഗബ്രിയേൽ റൊമാനെല്ലി എന്നിവരടങ്ങിയ ഒരു ചെറിയ പ്രതിനിധി സംഘവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ ഈ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം അവരോടൊപ്പം ഉണ്ടായിരിക്കുക, അവരെ ആശ്വസിപ്പിക്കുക എന്നതായിരുന്നു കർദിനാൾ പിസബെല്ല പാത്രിയാർക്കേറ്റ് പ്രസിദ്ധീകരിച്ച വീഡിയോ സന്ദേശത്തിൽ വെളിപ്പെടുത്തി. യുദ്ധം തുടങ്ങിയതിനു ശേഷം നൂറുകണക്കിന് പാലസ്തീനികൾ ഈ ദേവാലയത്തിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഇറ്റൂരി ഇൻഡിമോ ഗ്രാമത്തിൽ അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് അംഗങ്ങൾ നടത്തിയ ക്രൂരമായ ആക്രമണത്തിൽ 11 ക്രൈസ്തവർ കൊല്ലപ്പെട്ടു. മെയ് 13 നടന്ന ആക്രമണത്തിൽ നിരവധി പേരെ തട്ടിക്കൊണ്ടുപോവുകയും വീടുകൾക്ക് തീയിടുകയും ചെയ്തു. പ്രദേശത്തെ സമാധാനം തകർക്കാനും പ്രദേശവാസികളിൽ ഭയം നിറയ്ക്കാനുമാണ് അഡ്മിനിസ്ട്രേറ്ററുടെ സന്ദർശനത്തെ തുടർന്ന് ADF ഭീകരർ ഈ പ്രദേശത്ത് ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ നിരവധി ആളുകളെയാണ് ഭവനരഹിതരാക്കിയത്. ഏപ്രിൽ 11 ബെന്നിക്ക് സമീപം 7 പേരെ കൊലപ്പെടുത്തിയതിന് 1 മാസത്തിന് ശേഷമാണ് എൻഡിമോയിൽ ADF ആക്രമണം നടത്തുന്നത്. കോങ്കോ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമാണെങ്കിലും 100-ലധികം ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ട് ആക്രമണം പതിവാണ്. മ്യാൻമറിലെ ചില സംസ്ഥാനത്തെ കത്തോലിക്ക ദേവാലയത്തിനും മറ്റൊരു ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിനും നേരെ വ്യോമാക്രമണം. കാലായ് രൂപതയുടെ കീഴിലുള്ളതാണ് ആക്രമിക്കപ്പെട്ട കത്തോലിക്ക ദേവാലയം. ടോൺസാങ് നഗരത്തിനടുത്തുള്ള ലെങ്ടാങ് ഗ്രാമത്തിലാണ് ആക്രമിക്കപ്പെട്ട 2 ദേവാലയങ്ങളും സ്ഥിതി ചെയ്യുന്നത്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വിമത ഗ്രൂപ്പുകൾക്കെതിരെയുള്ള ആക്രമണത്തിന്റെ ഭാഗമായാണ് മ്യാൻമർ വ്യോമസേന ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങൾക്കു നേരെ ബോംബാക്രമണം നടത്തിയത്. മെയ് 11 12 തീയതികൾക്കിടയിലാണ് ബോംബാക്രമണം ഉണ്ടായതെന്നാണ് പുറത്തുവരുന്ന വിവരം. മെയ് 25, 26 തീയതികളിൽ ആഗോള ശിശുദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന വിവിധ പരിപാടികളിൽ ഇറ്റാലിയൻ നടൻ റോബർട്ടോ ബെനിഗ്നിയും ഫുട്ബോൾ താരം ജിയാൻ ലൂജി ബഫണും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കൊപ്പം ചേരും. 2006 ലോകകപ്പിൽ ഇറ്റലിയെ വിജയത്തിലേക്ക് എത്തിച്ച ഗോളി ജിയാൻ ലൂജി ബഫോണിന്റെ നേതൃത്വത്തിൽ റോമിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ കുട്ടികളും പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരും തമ്മിലുള്ള ഫുട്ബോൾ മത്സരത്തോടെയാണ് ശിശുദിനത്തിന്റെ പരിപാടികൾ തുടക്കം കുറിക്കുന്നത്. മെയ് 26 രാവിലെ 10:30 സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ മാർപ്പാപ്പയോടൊപ്പം പരിശുദ്ധ ത്രിത്വത്തിന്റെ ആഘോഷത്തോടനുബന്ധിച്ചുള്ള വിശുദ്ധ കുർബാനയോടെ 2 ദിവസത്തെ പരിപാടികൾ സമാപിക്കും.